ചേട്ടത്തി ഒരു ഹെൽപ്പ് ചെയ്യാം. കാശ് മുടക്കിയിട്ടുള്ള ഒരു ഹെൽപ്പ് ആണെങ്കിലും ചെയ്യൂല. ചേട്ടത്തി എന്തെടുത്ത് ഇവിടെയുള്ള ആൾക്കാരാണ് പെരുമാറുന്നതിന് എടുത്ത്? ഞാനിപ്പോ ഇവിടെ ഉള്ളതല്ലേ. ചേട്ടത്തി ഇവിടെ ഉള്ളൊക്കെ തന്നെ ഇതിൽ രണ്ടുപേരിൽ ഒരെണ്ണം തൊട്. എനിക്കിപ്പോ എന്തോ രണ്ടിലൊന്നും അറിയണ്ട. തൊട്, കാര്യം പറയടാ. തൊടന്നേ, എന്നിട്ട് പറയുന്നു. സെപ്റ്റിക് ആവോ? നങ്ങപ്പെട്ടി. എന്തേ? പെങ്കൊച്ച തന്നെ. പൈങ്കിളിക്ക് പെങ്കൊച്ച തന്നെ. ഞാൻ അരലക്ഷം ബെറ്റ് വെച്ച്. എന്തും പറഞ്ഞ? പെങ്കൊച്ചാന്ന് പറഞ്ഞ? ആങ്കൊച്ചാണെങ്കിൽ അവൻ പാതി മീശ അടിക്കും, പെങ്കൊച്ചാണെങ്കിൽ ഞാൻ പാതി മീശ അടിക്കും. അപ്പൊ നീയല്ലേ പെങ്കൊച്ചാന്ന് പറഞ്ഞപ്പോ? അല്ലല്ല, തിരിഞ്ഞു പോയി. അങ്ങനല്ല. പെങ്കൊച്ചാണെങ്കിൽ ഞാൻ, ആങ്കൊച്ചാണെങ്കിൽ ഞാൻ പാതി മീശ അടിക്കും, പെങ്കൊച്ചാണെങ്കിൽ അവൻ മീശ അടിക്കും. അതല്ല സംഭവം. പാതി മീശ അടിക്കും. അത് ഞാൻ ഒരു സത്യം പറയട്ടെ, എന്ത് ഈ മൊത്തം മീശ വെച്ചിട്ട് തന്നെ ഒരു ലുക്കില്ല. അപ്പൊ ഇനി പാതി മീശ പോയ മഹാവൃത്തികേടായിരിക്കും. അല്ല, അതിനൊരു ബുദ്ധിയുണ്ട്. ഈ പാതി മീശ ഉള്ളപ്പോഴേ ഞാൻ വേറെ ആളായിട്ട് ബെറ്റ് വെക്കും. ആ ബെറ്റ് തൊറ്റ് പാതി മീശ കൂടെ എടുക്കും. ഫുൾ മീശ ക്ലീൻ ചെയ്യാവത്തില്ലേ? വെക്കുന്ന ബെറ്റൊക്കെ തോക്കുന്ന ഉറപ്പാ മോനെ. അല്ല, അങ്ങനെ തോക്കത്തൊന്നുമില്ല. ഞാൻ ജയിക്കുകയൊക്കെ ചെയ്യും. ഉറപ്പായിട്ട് ചെയ്യും. എന്തൊക്കെയായാലും പൈങ്കിളിക്ക് എനിക്ക് പോകുന്നത് പെങ്കൊച്ചായിരിക്കും. അതിപ്പോ ആണായാലും പെണ്ണായാലും എന്താടാ? അല്ല, പെങ്കൊച്ചനായിരിക്കും. എന്താണ് എന്താണ് ഇവിടെ കാര്യം? ഇല്ല, എന്താ അവനും കൂടെ വന്നൂടെ? അല്ല വരാം, കുത്തിത്തിരിപ്പായിട്ടാണല്ലോ പറഞ്ഞത്. അതെന്താ ചേട്ടാ, ഞാൻ എന്തെന്ന് കുത്തിരിപ്പ് കാണിച്ചെന്ന് പറയുന്നേ? നീ കുത്തിത്തിരിപ്പൊന്നും കാണിക്കണ്ട. നീ നിൽക്കുന്നിടത്ത് താനെ കുത്തിത്തിരിപ്പ് ഇങ്ങനെ ഉണ്ടായി വരും. ഉണ്ടായി വരും. നല്ലതായിട്ടുണ്ട്. എന്നാ ചേട്ടൻ പറ, പൈങ്കിളിക്ക് എനിക്ക് പോകുന്നത് പെങ്കൊച്ചാന്നോ ആങ്കൊച്ചാന്നോ? നീ പടാ, നീ പോസ്റ്റ് പറയണം. പറ. ഇതിനിപ്പോ പറയണത് ഒരു ബെറ്റ് വെക്കാം നമുക്ക്. പൈങ്കിളിക്ക് എനിക്ക് പെങ്കൊച്ചാന്നോ ആങ്കൊച്ചാന്നോന്ന്. നീ പറ, ഏത് കുട്ടിയായിരിക്കും? ഞാൻ പറഞ്ഞത് പെങ്കൊച്ചായിരിക്കും. എങ്കിൽ ഞാൻ പറയണ ആൺകുട്ടിയായിരിക്കും. പെങ്കൊച്ചായിരിക്കും. പെങ്കൊച്ചായിരിക്കും. വെറ്റ് വെച്ച് കളിക്കാനേ, വെറ്റ് വെച്ച് കളിക്കാൻ നിൽക്കണം. നീ ഇറങ്ങി. പേടി ചേട്ടന് പേടി വെച്ച് വെക്കാം. എനിക്കെങ്ങനെയാ പേടി വെറ്റ് വെച്ച് കളിക്കുന്നത്? പേടിയാണ്. എന്നാ പിന്നെ പറ ചേട്ടാ, ഉറപ്പിച്ചു പറ ആങ്കൊച്ചാന്നോ പെങ്കൊച്ചായിരിക്കും. ഇപ്പൊ വെറ്റ് വെച്ച് കളിക്കാൻ നീ പോ, ഇറങ്ങി പോ. പേടിച്ചിട്ടാണ്. എടാ അങ്ങനെ ചെയ്തൂടാ. അങ്ങനെ എന്താണ് വയറ്റ് കിടക്കുന്ന കൊച്ചിനെ പിടിച്ച് വെറുതെ ബെറ്റ് ഇടാന്ന് പാടില്ല. എന്നാ ചേട്ടൻ പറ. എടാ ഞാൻ പറഞ്ഞില്ലേ പേടി. ചേട്ടന് പേടി. എനിക്കെന്തിനാ പേടി? ഞാൻ പറയാണ് ആൺകുട്ടി. പെങ്കൊച്ചാണെങ്കിൽ ചേട്ടൻ തല മുട്ടടിക്കൂ. ഉത്തോണ്ട മുടി പോകുന്ന കേസ് വല്ലാണെങ്കിൽ ഞാൻ കൂടെ നിൽക്കാം. ചേട്ടത്തി കളത്തിലിറങ്ങി ബെറ്റ് വെക്ക്. ഒരു ബെറ്റും ഇല്ല. എടാ, പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയവും അതിനെ തുടർന്ന് ബെറ്റ് വെക്കുന്നതും ശിക്ഷാർഹമാണ്. അത് അറിഞ്ഞില്ലല്ലോ. എന്തായാലും ബെറ്റ് വെക്കണം. ചേട്ടൻ ബെറ്റ് വെക്കണം. ഞാൻ പറഞ്ഞല്ല ആൺകുട്ടിയാണെന്ന് പറഞ്ഞല്ല. ഉറപ്പാണ്. 1001 രൂപയ്ക്ക് ബെറ്റ്. 1001? അത്രയും എനിക്ക് ഫണ്ട് അഫോർഡബിൾ അല്ല. അല്ലെ, അങ്ങനെ ശരിയല്ല, അഫോർഡബിൾ അല്ല. നീ ഫണ്ടണ്ട. നീ തല മുട്ടയടിച്ചാ മതി. നീ തല മുട്ടയടിച്ചാ മതി. അപ്പൊ അവന്റെ മീശയുടെ കാര്യത്തിലും മുടിയുടെ കാര്യത്തിലും തീരുമാനം. മീശ മുറിക്കാന്ന് പറഞ്ഞത്. മീശ നമ്മളൊരു സൈഡിൽ നിന്ന് മുറിക്കുമല്ലോ, ഷേവ് ചെയ്തല്ലോ. ചേട്ടന്റെ തല മുട്ടടിച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പൊ പറ്റല്ലേ? പറ്റാന്നല്ലോ. അടി എനിക്ക് അങ്ങനല്ല. പൈങ്കിളിക്ക് ആൺകുട്ടിയായിരുന്നാലും പെൺകുട്ടിയായിരുന്നാലും എനിക്ക് സന്തോഷമേ. അതൊക്കെ ശരി തന്നെ. എന്നാലും ബെറ്റ് വെറ്റായിട്ട് എടുക്കണം. സിറ്റി വാട്ടർ BP അമ്മ, അച്ഛനെവിടെ? എന്തോ പെൻഷന്റെ പേപ്പർ ശരിയാക്കാനെന്ന് പറഞ്ഞ് പുറത്തു പോയതാടി. എന്താ അപ്പൊ അച്ഛന് പെൻഷൻ ഇല്ലേ? പിന്നെ പെൻഷൻ കിട്ടാതിരിക്കോ? ഇതേ പെൻഷൻ റിസീവ് ചെയ്യുന്ന ആളുകൾക്ക് വർഷാവർഷം എന്തോ പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി പോയതാ. എന്താ പറ്റി? ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. എന്താടി? അതെ, അച്ഛൻ എത്ര രൂപ പെൻഷൻ കിട്ടുന്നുണ്ടാവും? അതെനിക്കെങ്ങനെ അറിയാം? അച്ഛൻ ആരോടെങ്കിലും പറയൂ? പിന്നെ അമ്മേനോട് പറയാതെ എന്തായാലും അച്ഛനൊന്നും ചെയ്യൂലല്ലോ. അങ്ങനെയാണെങ്കിൽ നിനക്ക് ശിവന്റെ ശമ്പളം എത്രയാണെന്നറിയോ? അത് പിന്നെ ഞാൻ ശിവേട്ടനോട് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കള്ളല്ലേ പറയുള്ളൂ. അപ്പൊ ആ കള്ളം പറയാൻ പോലും വാ തുറക്കില്ലാത്ത ആളാ നിന്റെ അച്ഛൻ. പിന്നെ എങ്ങനെ ഞാൻ അറിയാനാ? പക്ഷെ അച്ഛന്റെ കാര്യം അങ്ങനല്ലല്ലോ. അമ്മേനോട് അങ്ങനെ പറയാതിരിക്കൂ. അല്ല, ഇപ്പൊ അച്ഛന്റെ പെൻഷൻ ചോദിച്ചോണ്ട് എന്റെ മോൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഒന്നുമില്ല, ഔട്ട് ഓഫ് എ ക്യൂരിയോസിറ്റി. എന്തിനാണ് ഈ ക്യൂരിയോസിറ്റി ഇപ്പം എന്നാ ഞാൻ ചോദിക്കുന്നത്? ഇത്രയും നാളില്ലാത്ത ക്യൂരിയോസിറ്റി. കിളിക്കാതെ കാര്യം പറയടി. എന്തോ ഉണ്ടല്ലോ. അതെ, ഞാൻ സിന്ധു ചേച്ചിയായിട്ട് ബെറ്റ് വെച്ച്. അച്ഛന്റെ പെൻഷന്റെ കാര്യത്തിലാ? അതെന്താണെന്നറിയാമോ, ഞാൻ സിന്ധു ചേച്ചിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ശിവേട്ടന്റെ സസ്പെൻഷന്റെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങിയതാ. അപ്പൊ ഉടനെ സിന്ധു ചേച്ചി എന്നോട് പറഞ്ഞു, പിന്നെ കിളിക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ, നിന്റെ അച്ഛന് നിറയെ പെൻഷൻ കാശ് കിട്ടുന്നില്ലേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത്രയ്ക്കൊന്നും കിട്ടുന്നൊന്നും ഇല്ലെന്ന്. അപ്പൊ സിന്ധു ചേച്ചി പറയാ 5 പൂജ്യമുള്ള ശമ്പളം കിട്ടുന്നുണ്ട്. ശമ്പളമല്ല, പെൻഷൻ കിട്ടുന്നുണ്ടെന്ന്. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ പിങ്കി? അത് പിന്നെ അമ്മ സുമ നേരത്തെ ബെറ്റ് വെച്ചത് കേട്ടപ്പോ ആ ഒരു ഇൻസ്പിറേഷനിൽ ഞാൻ അറിയാതെ ബെറ്റ് വെച്ചു പോയി. നല്ല ഉഗ്രൻ ഇൻസ്പിറേഷൻ. അമ്മ പറ, അല്ലെങ്കിൽ എന്റെ 1000 രൂപ പോകും.
1000 രൂപയ്ക്കാണോ നീ പറ്റു വെച്ചേ? ആ അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ആ. നിന്റെ അച്ഛന്റെ പെൻഷൻ കാശിന് എത്ര പൂജ ഉണ്ടേലും വീട്ടിൽ ചെലവാക്കുന്ന വട്ട പൂജയാ. അമ്മയുടെ തമാശ. അമ്മേ ഇതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞത്. അമ്മയ്ക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ അച്ഛന്റെ തടിപ്പെട്ടിക്കകത്ത് കാണുമായിരിക്കും കണക്കൊക്കെ. എന്റെ പിങ്കി, നിനക്ക് വേറെ ഒരു പണിയില്ലേ? തടിപ്പെട്ടി തപ്പാൻ പോകുന്നു. ഒന്ന് പോയ അവിടുന്ന്. അമ്മേ സിന്ധു ചേച്ചി എന്നോട് പറഞ്ഞു പെൻഷന്റെ ആ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമെന്ന്. എന്നാ സിന്ധു ചേച്ചിയോട് പറ ഇനി അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞെന്ന് പറ. പോ. അമ്മ ഒരു ബെറ്റ് വെച്ചതല്ലേ അമ്മേ. നിനക്ക് വേറെ പണിയില്ലേ പിങ്കി? ദേ അച്ഛനെങ്ങാനും ഇത് കേട്ടാണ്ടല്ലോ, നീ പ്രഗ്നന്റ് ആണെന്നൊന്നും അച്ഛൻ ഓർക്കുകയല്ല. അമ്മ ഒച്ച വെക്കാതെ കൊച്ചു. നീ കുറെ നാളെ കൊച്ചിന്റെ പേരും പറഞ്ഞ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു. അപ്പൊ ഡെലിവറി ആവുമല്ലോ, അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ ശരിയാക്കിക്കോളാം. പോ അങ്ങോട്ട്. എന്നാലും അമ്മ ഒന്ന് കണ്ടുപിടിച്ച് തരൂല. പോയേ. അപ്പൊ എനിക്ക് വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വരും. സുമേനോട് ഹെൽപ്പ് ചോദിക്കാം. ദേ പെണ്ണെ, അവൻ എങ്ങാനും പിടിച്ച് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാ വിവരം അറിയും നീ. മര്യാദയ്ക്ക് നടന്ന് ചേർക്കന്നെ നീയാ ചീത്തയാക്കാൻ നോക്കുന്നത്. ആദ്യമേ ബെറ്റ് വെച്ച് തുടങ്ങിയത് അമ്മയുടെ മോനാ, അത് ഓർത്താ മതി. പെണ്ണിന് ഒരു പണിയില്ലേ? ഒന്ന് കഴിയുമ്പോ അടുത്തും കൊണ്ട് വരും. ബെറ്റ് വെക്കാൻ നടക്കുന്നു, അതും ആ സിന്ധുവിനോട്. ഓ എനിക്കും കൂടെ ഇട്ടുതരോ? നീ ആൺകൊച്ചല്ലേ, എങ്ങനെ ഇടാനാണ്? എന്താണ് നിങ്ങള് കിട്ടൂടെ? അങ്ങനെയല്ല, സത്യം പറഞ്ഞത് തികയത്തില്ല. അതാ എനിക്ക് ഇവിടെ തൊട്ട് ഇതുവരെ ഇടണം. അതാ ബാക്കിയുണ്ടെങ്കിൽ എനിക്കും കൂടെ വെച്ചേക്കണേ. ഓ എനിക്കേ ഇവിടം തൊട്ട് ഇവിടം വരെ ഇടണം. ഇവിടം തൊട്ടേ ഇവിടം വരെ ഇടണോന്ന്. മൈലാഞ്ചിയോ? നീ പോയി വല്ല ടാറ്റു അടിക്കാൻ നോക്കും. മൈലാഞ്ചി ഒന്നും ഇടാൻ പറ്റത്തില്ല. ടാറ്റു ഒക്കെ നല്ല വേദനയല്ലേ ഇവിടം ഇവിടം വരെ ഇടാൻ? ടാറ്റു ഒന്നും വേദന ഇല്ല, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ ഇടുമ്പോ 100 കണക്കിന് ഉറുമ്പ് അടിക്കണ വേദന കാണും. നീ എവിടുന്നൊക്കെയാണോ ഇത് ആലോചിച്ചെടുക്കുന്നത് ഇത്ര പെട്ടെന്ന്? അതൊക്കെ ഇങ്ങനെ വരും. വരുമല്ലേ? നന്നായി. ഇവിടെ ഇടാല്ലേ കണ്ണ? ആം ചേച്ചി, ഓ ഞാനൊരു സംശയം ചോദിക്കട്ടോ? നോക്ക്. ഇടുവല്ലേ, നീ പറഞ്ഞോ. എന്താ? ഈ കയ്യിലല്ലേ ആം ചേച്ചി ഇപ്പൊ ഇടണേ? അപ്പൊ ഇപ്പുറത്തെ കയ്യിൽ എങ്ങനെ ഇടും? ഇപ്പുറത്തെ കൈ എങ്ങനെ ഇടുമെന്നാ? അത് ഈ കൈ ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ കയ്യിലിടും. ഉണങ്ങി കഴിഞ്ഞിട്ട് കഴുകിയിട്ട് അപ്പുറത്തെ കയ്യിലിടും. മനസ്സിലായില്ലേ? ഞാൻ ഇട്ടോ മയിലിന്റെ വളം വരച്ചു തരാം. എന്റെ പൊന്നേ വേണ്ട, നീ പൊക്കെ കണ്ണാ. നീ ഇട്ട് കഴിഞ്ഞാലേ എനിക്ക് കൈ ആൾക്കാരെ കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയിപ്പോ. നീ ഇവിടുന്ന് പാട്ടേക്ക് വരുന്നല്ലേ? നീ ഇവിടുന്ന് പാട്ടേക്ക് വരുന്നോന്ന്? ഓ ഞാൻ പാട്ടൊക്കെ ആയിരുന്നു. വെക്കേഷൻ ഒക്കെ അല്ലേ? അവിടെ ഏത് പാട്ടാ കേട്ടെ? ലാവിഡെ. ലാവിദ. അതല്ലേ? നീ കേട്ടോ? കേട്ടോ? ആ അല്ല, നീ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ഈ ശാസ്ത്രത്തെ പറ്റി വല്ല പിടിയൊക്കെ ഉണ്ടോ? ശാസ്ത്രവും? ആ അല്ല, ശാസ്ത്രമൊക്കെ ഞാൻ അരക്കി കലക്കി കുടിച്ചേക്കുന്നില്ലേ? അരക്കി കലക്കിയോ? അല്ല, അറിയാന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ അങ്ങനെ അറിയാം നിനക്ക്. എന്നാലേ പൈങ്കിളിക്ക് ജനിക്കാൻ പോകുന്നത് ആങ്കൊച്ചാന്നോ പെങ്കൊച്ചാന്നോ അറിയാൻ പറ്റും? ചിലപ്പോ അത് പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റൂലേ? അങ്ങനെ എനിക്ക് അറിയാലോ. അതല്ല ചോദിച്ചത്, നിനക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാ ചോദിച്ചത്. ഇതിപ്പോ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതൊക്കെ തെറ്റാണ്. ഇപ്പൊ അതൊന്നും ചെയ്തുകൂടാ, നിയമപരമായ തെറ്റാണ്. ഇപ്പൊ അതിന് ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എനിക്ക് അറിയാം, പക്ഷെ ഞാൻ ബെറ്റ് വെച്ചു പോയി. പകുതി മീശയും മുട്ടയും തല. എന്ത് ചിറ്റപ്പൻ ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? എടാ അതിപ്പം നേരത്തെ ഇപ്പൊ ആലോചിക്കുമ്പോ വേണ്ടാന്ന് തോന്നി, പക്ഷെ ബെറ്റ് വെച്ച് പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്ത്? വരുന്നത് എന്താണോ അതങ്ങ് ഇതാവുക. അയ്യോ അതെനിക്ക് അറിയത്തില്ലായിരുന്നു, ഇയാളെ പറഞ്ഞു തരണ്ടായിരുന്നു. പാട്ടും കേട്ടോണ്ട് വന്നിരിക്കുന്നു. അത് ഐഡിയ വെച്ചൊന്ന് പറഞ്ഞു തരുന്നു. ഞാൻ പറഞ്ഞു. എടാ ഞാൻ നിന്നെ സഹായിക്കാടാ. ചേച്ചി സഹായിക്കൂ? പക്ഷേ ഞാൻ നിന്നെ സഹായിക്കണമെങ്കിൽ ആദ്യം നീ എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ ചേച്ചി ഞാൻ സഹായിക്കാം, കുഴപ്പമില്ലെന്ന്. എന്താണ് പറ? ഉറപ്പാണല്ലോ? ആ ഉറപ്പ്. ആ ചിറ്റപ്പൻ സഹായിക്കും. എപ്പൊ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. എടാ പിന്നെ അവിടുത്തെ കുഞ്ഞുണ്ണിച്ചേട്ടന്റെ പെൻഷൻ തുകയില്ലേ എത്ര പൂജ്യമാണോന്ന് കണ്ടുപിടിച്ചു തരോ? പൂജ്യോ? ആ പൂജ്യമോ പൂജ്യാണോ? പൂജ്യം. അയ്യോ ചേച്ചി ഒരു പ്രശ്നമുണ്ടല്ലോ. എന്തോന്ന്? പൈങ്കിളി ഈ സെയിം കൊട്ടേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. ആണാ? എങ്ങനെ നീ അവളോടത്ത് പോയി ചോദിക്കും കൊച്ചാണാണോ പെണ്ണാണോന്ന്? അല്ല അതല്ല, കുഴപ്പമില്ല, നമുക്ക് അത് മാറ്റാം. ചേച്ചി പറഞ്ഞു, ഞാനത് ചേച്ചിക്ക് എത്ര പൂജ്യമാണെന്ന് കണ്ടുപിടിച്ചു തരാം. ഉറപ്പല്ലേ? ഉറപ്പ്, എന്നെ വിശ്വസിക്കാം. ആ എങ്കിലേ പൈങ്കിളിയുടെ വയറ് വലിയ വയറാണെങ്കിൽ ആൺകൊച്ചായിരിക്കും, ചെറിയ വയറാണെങ്കിൽ പെങ്കൊച്ചായിരിക്കും. പിന്നെ വയറ്റിൽ കിടന്ന് നല്ല ചവിട്ടുമിടിയും കുത്തൊക്കെ ആണെങ്കിൽ ആൺകൊച്ചായിരിക്കും, സൈലന്റ് ആണെങ്കിൽ പെങ്കൊച്ചായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പിന്നെ ഒന്നും കൂടെ ഉണ്ട്. പെങ്കൊച്ചാണെങ്കിലേ അവൾക്ക് സൗന്ദര്യം കൂടും,
ആങ്കൊച്ചാണെങ്കിൽ ഇപ്പൊ ഇരിക്കണ എങ്ങനെ അതുപോലെ തന്നെ ഇരിക്കുള്ളൂ. അങ്ങനെ കൊണ്ടല്ലേ? പിന്നെ ഇപ്പൊ നിനക്ക് നിന്റെ കാര്യം കിട്ടിയില്ലേ? ആ കിട്ടി. ആ ഇനി എന്റെ കാര്യം. അത് ചേച്ചി അച്ഛൻ വന്ന ഉടനെ സെറ്റ് ചെയ്ത് തരാം. പറ്റിക്കത് സുമേ. അയ്യോ ഞാൻ പറ്റിക്കോ ചേച്ചിയെ? ആ ശരി. ശരി. തെളിമാനം കണ്ടേ വട്ടേട്ടാണ് അല്ല ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവൺ ഒന്നും അല്ല. സയന്റിഫിക്കലി പ്രൂവൺ അല്ല, പ്രൂഫ് ഒന്നും ഇല്ല ഇതിന്. സയന്റിഫിക്കലി പ്രൂഫ് ചെയ്യണ്ടല്ലോ, മെന്റലി പ്രൂവ് ചെയ്തിട്ടല്ലോ. ലോകം നുണച്ചാണ്, അത് പറഞ്ഞാൽ കറക്റ്റ് ആണ്. ഓക്കെ കേട്ടോ ഒരു കല്ലെടുത്ത് പാട്ടേ കേട്ടോ. കേട്ടോ. മക്കളെ കണ്ണു. അച്ഛൻ വന്നാ? യെസ്. എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? അമ്മ എവിടെ? അമ്മ ആമചേച്ചിക്ക് അവിടെ മൈലേജ് ഇട്ട് കൊടുക്കണം, അതാ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക്. അമ്മ ചേച്ചിക്ക് മാത്രം മൈലേജ് ഇട്ടോ, നമുക്ക് കിട്ടില്ലേ? ഞാൻ ആണല്ലേ അച്ഛാ. അതിനിപ്പോ എന്ത്? ആമ്പിളാരെ കയ്യിലൊക്കെ ഇങ്ങനെ മൈലേജ് ഒക്കെ ഇടുമല്ലോ ഇതുവരെ. അച്ഛനെ കൊച്ചിലെ പണ്ട് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ടല്ലോ. അവനെ കാണിച്ചു. ഇപ്പൊ പോയി കേട്ടോ. പോയാ? പോയി. ഓക്കേ. എന്തോന്ന് എടുക്കണേ? കടന്നു മുട്ടായാ? യെസ്. പോയി ശംഭു ചേട്ടന് ആമ ചേച്ചിയെ കൊടു. ശംഭു ചേട്ടാ. ചേച്ചി. ആമ ചേച്ചി. എന്താടാ സസ്പെൻഷൻ? അത് മിക്കവാറും ഡിസ്മിസൽ ആവുന്നുണ്ടോ? അയ്യോ അപ്പൊ ലല്ലു ചേട്ടൻ പറഞ്ഞ കോര സാറിനെ കൂട്ടി പോയിട്ട്? അയ്യോ കോരസാറിന്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഈ കോരസാർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഭയങ്കര ചെലവാണ് ചേച്ചി. ഇങ്ങനെ കൊണ്ട് വല്ല ഹോട്ടലിലെ കാര്യം ഉണ്ടല്ലോ, ഈ ഫുഡ് ബ്ലോഗർമാർ കാണുന്ന പോലെയാണ്. അത് വാങ്ങിച്ച് സന്തോഷിച്ച് അങ്ങ് ആഹ്ലാദിച്ച് അങ്ങനെ നടക്കാൻ പൈസ പോടെ നമ്മളതാണ്. ഞാൻ വരെ ആഹാരം വെറുത്തു അറിയാമോ? കറക്റ്റ് ആയിരിക്കും കേട്ടോ. പണ്ടത്തെ പുള്ളിയുടെ ഇലക്ഷന്റെ ചിഹ്നം എന്താണെന്നറിയോ? പുട്ടുകുടം. അതും ഞാൻ അറിഞ്ഞു. ഇയാള് പറയുമ്പോ ഈ പുട്ടുകുടം എന്നുള്ള സാധനം ചിഹ്നത്തിലുണ്ടെന്ന് തന്നെ ഞാൻ അറിയാം. അതാണ്. പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യേ? കിളി എവിടെ? കലിപ്പിലാണ്. എനിക്കറിയത്തില്ല, നീ തന്നെ പോയി നോക്ക്. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അല്ല ചെന്ന് നോക്കടാ. ആത്മവിശ്വാസം കളയല്ലേ ചേച്ചി? കിളി ഡീ ദേശത്ത് കിടക്കണ എനിക്ക് ആരോടും വിഷയമൊന്നുമില്ല. അയ്യോ എടി, ഒരേ ഒരു ഭർത്താവ് ഒരേ ഒരു ഭാര്യയെ കാണാൻ വേണ്ടി വന്നപ്പോ ഒരേ ഒരു ഭാര്യ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്? ഓഹോ, നിങ്ങൾക്ക് അപ്പൊ ഒരേ ഒരു ഭാര്യയേ ഉള്ളൂ. അപ്പൊ ആ ഒരേ ഒരു ഭാര്യ ഹോസ്പിറ്റലിൽ തന്നെ നടന്നപ്പോ ഈ വിചാരമൊന്നും ഇല്ലായിരുന്നല്ലോ. ചിരിക്കരുത് കേട്ടോ. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നോ അന്ന് ഡോക്ടറിനെ കാണാൻ പോകണമെന്ന്? പറഞ്ഞാണ്. അപ്പൊ ഒരു ഇത്തിരി ഉത്തരവാദിത്വം ഉണ്ട്, ഇത്തിരി ഉത്തരവാദിത്വം. അതെങ്ങനെയാ? സ്നേഹമുള്ള ഭർത്താക്കന്മാർ അങ്ങനെയാ ഭാര്യമാരുടെ കൂടെ ഉണ്ടാവും. എടി എന്ന് പറഞ്ഞാൽ നമ്മള് ജോലി ആവശ്യമുള്ള ഒരു കാര്യമായി പോയില്ലേ? ഇപ്പൊ ജോലി പോകണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫുൾ ടൈം നിന്റെ കൂടെ ഇരിക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാനാണല്ലോ ജോലി കളഞ്ഞത്, അല്ലേ? അല്ലേ? എന്നല്ല. പിന്നെ എന്തല്ല? നിന്റെ ചൂടും ഉടക്കവും ഒക്കെ മാറ്റാൻ എന്റെ ഒരു ഒറ്റമൂലി ഉണ്ടെങ്കിലോ? ആ ഒറ്റമൂലി ഇവിടെ നടക്കത്തില്ലെങ്കിലോ? പക്ഷെ നീ അങ്ങനെ കാണാൻ പറയാണ്ടേ. ടട നല്ല ചൂട് വഴക്കപ്പായിരുന്നു വാങ്ങിച്ചപ്പം. ഇപ്പൊ തണുത്തുപോയി. തണുത്തില്ലേ? എന്തായാലും കയ്യിൽ തന്നെ വെച്ചോ. നീ തണുത്ത വാഴയ്ക്കപ്പം കഴിച്ചാൽ നിനക്കറിയാമോ, വാഴയ്ക്കപ്പം ഹാസ് ലോട്ട്സ് ഓഫ് ഫൈബേഴ്സ് ആൻഡ് പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ്. ഇപ്പൊ ചൂടായിട്ട് എന്റെ കയ്യിൽ നിന്ന് കിട്ടും. തണുത്ത് കഴിച്ചാൽ തന്റെ തലയൊന്നും തണുക്കൂലേ? എന്റെ പൊന്നെ, എനിക്ക് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണം. വെറുതെ വിടുവോ? എടി നീ വരുമ്പോ നിനക്ക് എന്നെ കാണുമ്പോ റെസ്റ്റ് ചെയ്യണം. നീ വെറുതെ ചോദിച്ചാ ഇപ്പൊ നിനക്കിപ്പോ ഇത് വേണ്ട. എനിക്ക് വേണ്ട. നിനക്ക് ഇഷ്ടം വരുമ്പോ കഴിച്ചാൽ തന്നെ പൊക്കി വെച്ചേക്കണ്ട. എടുത്തോണ്ട് പോകുന്ന ഒച്ച ഇടാൻ വയ്യ. ഒന്ന് പോകും. നീ വെറുതെ തൊണ്ടേന്ന് കളയല്ലേ? തടവത്തില്ല നിന്റെ കണ്ണിന്റെ നേരെ വേണ്ട. എനിക്ക് വേണ്ട വേണ്ട വേണ്ട. എന്നാലേ ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് അപ്പൊ കഴിച്ചാൽ മതി. ഏത് എന്ത് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നല്ല സമയം. സിന്ധു ചേച്ചി പറഞ്ഞ കാര്യം കറക്റ്റാണോ അല്ലയോ നോക്കാം. പെങ്കൊച്ചാന്ന് ഇവക്ക് സൗന്ദര്യം കൂടും. മഴ അവിച്ച മോൻ തന്നെ അവന്റെ മാറ്റും വീശ പോവല്ലോ. പിന്നെന്തുവാ അവര് പറഞ്ഞു? വയറ് വലുതാന്ന് നോക്കാം.
എല്ലാം എല്ലാം അല്ലേ എന്റെ ചേലത്തെ പൈങ്കിളിയല്ലേ തിരിഞ്ഞു കട മക്കളെ തിരിഞ്ഞു കടടാ നോക്കട്ടെ എത്ര നിനക്ക് നിന്റെ കാതിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ പിടിച്ചേ എന്ത് പ്രശ്നം ഞാനേ ഞാൻ കടന്നോ 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 അല്ലെങ്കിൽ ഞാൻ കിടക്കുമല്ലേ ആ അല്ല ഞാൻ എണ്ണിച്ചിരിക്കാം അതാ നല്ലത് എന്താടാ നിനക്ക് വയ്യേ നിനക്ക് നിന്റെ വയറ് കാണാൻ വന്നേടി വയറ് കണ്ടിട്ടില്ലേ ആ വയറ് കണ്ട് അല്ല വയറ് കണ്ട് അല്ല ഈ ചവിട്ടുമല്ലോ കിട്ടുന്നുണ്ടോ ആർക്കടാ വയറ്റിനകത്ത് പിന്നെ കൊച്ചു ചവിട്ടൂലേ ആ എടി ഈ ആൺകൊച്ചുങ്ങളാണ് വയറ്റിൽ ചവിട്ടുന്നെന്ന് ഇങ്ങനെ എല്ലാരും പറഞ്ഞായിരുന്നു. എടാ അത് ചുമ്മാ മണ്ടത്തര ആണാണേലും പെണ്ണാണേലും നല്ല ചവിട്ട് കിട്ടും. അങ്ങനെ കിട്ടൂലേ? പിന്നില്ലേ. ആ അല്ല നിനക്കെന്ത് തോന്നുന്നു ഇത് ആൺകൊച്ചായിരിക്കും പെങ്കൊച്ചായിരിക്കോ? ആ അങ്ങനെ അറിയത്തില്ലല്ലേ? അറിയത്തില്ല. അല്ല അറിഞ്ഞിട്ടിപ്പ എന്തിനാ? പെങ്കൊച്ചാന്ന് ഇപ്പൊ ആദ്യം മീശ മീശല്ലേ നീലി വെച്ച് അവിടെ കൊണ്ടുവെക്കാൻ എന്താണ് എന്ത് ഞങ്ങക്ക് സംസാരിച്ചൂടെ? അല്ല സംസാരിക്കാം, ഞങ്ങക്ക് സംസാരിച്ചൂടെ? ഓവറാക്കാതെ ഞങ്ങൾ ആങ്ങള് കൂക്കുളോ എന്റെ മക്കളെ എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം കറങ്ങണം. എന്താ അവൻ കറങ്ങിക്കൂടെ? കറങ്ങിക്കൂടെ? നാണോ ഇല്ലേ സത്യം പറഞ്ഞ എന്താ കാര്യം എന്താ പറയണേ? കൊച്ചിനോട് ആശുപത്രി ഒരു ഭർത്താവുന്ന രീതി ഇയാൾക്ക് പൊക്കൂടായിരുന്നു ഇയാൾക്ക്. ഞാൻ എങ്ങനെ ജീവിച്ചു പോകണം? നീ കുത്തിത്തിരിപ്പുണ്ടാക്കി നീ പണി വെച്ചിട്ട് പോവല്ലേ? നീ ഞാൻ കുത്തിരിപ്പൊന്നും ഉണ്ടാക്കാൻ ഇങ്ങോട്ട് അല്ല ഇവിടെ വയറ്റിൽ കിടക്കുന്ന ആങ്കൊച്ചാന്നോ പെങ്കൊച്ചാന്ന് അറിയാൻ വേണ്ടി ഒന്നാണ്. എന്നിട്ട് അറിഞ്ഞില്ല, അറിയാൻ വേണ്ടി വന്നേ. അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത്? ഞങ്ങൾ ഒരു ബെറ്റ് വെച്ച് ഇവിടെ വയറ്റിൽ കിടക്കുന്ന ആങ്കൊച്ചാന്നോ പെങ്കൊച്ചാന്നോ അറിയാൻ വേണ്ടി. ഞങ്ങളല്ല ഞാൻ മനസ്സിലായില്ല. എങ്ങനെ ബെറ്റാ? ആ ബെറ്റ് വെച്ച് വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ പേരിൽ നീ ബെറ്റ് വെച്ചെന്നാ? ഒരു ജീവൻ മരണ പോരാട്ടാണെങ്കിൽ പാതി മീശ പോവും. പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും അറിഞ്ഞോട്ട്. ആദ്യം മീശ പോണേന് ഇങ്ങോട്ട് ഇറങ്ങണോട്ട്. അല്ല നീ എന്റെ കൊച്ചിന്റെ പേരിൽ അങ്ങനെ ഒരു ബെറ്റ് വെക്കണ്ട. നീ താഴെ പറഞ്ഞ് ബെറ്റ് വെക്കേ. ഞാൻ പറഞ്ഞത് ഞാൻ മാത്രല്ല, ചേട്ടനുണ്ട്, ചേട്ടൻ ബെറ്റ് വെച്ച്. നിങ്ങൾ എന്തിനാണ് ഇത്രയും കിടന്ന് തുള്ളുന്നേ? എടി കൊച്ചിന്റെ പേരിൽ അങ്ങനെ ബെറ്റൊന്ന് വെച്ചോട്ടോ. ജനിക്കാൻ പോണോ കൊച്ചിന്റെ പേരില്? കൊച്ചിന് ദോഷമാണത്. ആണല്ലേ? ആ എന്നാ അച്ഛൻ കൂടെ വരാത്തതും കൊച്ചിന് ദോഷമൊക്കെ തന്നെ. ആ ദോഷത്തിൽ എനിക്ക് കൂടുതൽ വിശ്വാസം. അത് തന്നെ. ഒന്ന് ഇറങ്ങി പോകാമോ? ഞങ്ങൾ സ്വസ്ഥമായിട്ട് സംസാരിച്ചോട്ടെ. പിന്നെ എടി അത് അങ്ങനെയല്ല, കാണിച്ചാടാ എനിക്ക് വേണ്ട, അവൻ തിന്നോട്ടെ. എന്തിപ്പോ നിങ്ങൾ തിരിച്ചു വന്നെന്തിനാ? എനിക്കറിയാൻ പോടി. ഞാൻ കൊച്ചിനിടാൻ പേര് വരെ കണ്ടുപിടിച്ചോണ്ടോ? എനിക്ക് ഒറ്റ ഒരുത്തനാണ് എന്റെ മൂട് കളഞ്ഞു. അയ്യോ വലിയ കാര്യമായി. അല്ലെ തന്നെ നിങ്ങൾ ഇടാൻ പോകുന്ന പേര് ഇവിടെ കേൾക്കേണ്ട കാര്യമില്ല. അപ്പച്ചി അപ്പച്ചി ചോദിച്ചപ്പച്ചി വിളിച്ച കാര്യം എന്താണെന്ന് പറയണ അമ്മ? ആ സുമേ എന്തി അവനും കൂടെ വരട്ടെ. സുമേ ഇവിടെ വേഗം വാ. എന്താ പറയണ്ടത്? മാറി നിന്നേ. ചങ്കുണിച്ചേട്ടന്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചായിരുന്നു. നിങ്ങൾ രണ്ടും കൂടെ ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ പേരിൽ എന്തോ ബെറ്റ് വെച്ചെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അമ്മ വിളിച്ചതാ. എന്തോന്ന്? ഞാൻ ഇവിടെ ബെറ്റൊന്നും വെച്ചില്ല. ആശയെടുത്ത് ചോദിച്ചു നോക്ക്, ഞാൻ ബെറ്റ് വെച്ചായില്ലേ? എങ്കിൽ പിന്നെ ഈ തുരുമ്പായിരിക്കും അപ്പച്ചി. ഇവൻ തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇവനാണെങ്കിൽ ആ കൂട്ടുകാരൻ്റെ അടുത്ത് ബെറ്റൊക്കെ വെച്ച് എന്റെ മുടി പകുതി എടുക്കുന്ന മീശ എടുക്കുന്നൊക്കെ പറഞ്ഞ് ബെറ്റ് വെച്ചേക്കണം. ചുമ്മാ എന്റെ കൊച്ചിന്റെ പേര് അങ്ങനെ ബെറ്റ് വെക്കണ്ട. ഇനി കുഞ്ഞിന്റെ പേരിൽ ഇങ്ങനെ ഒരു കളി വേണ്ടെന്നാ ഞാൻ പറഞ്ഞേ. ഇതൊക്കെ ഒരു രസമല്ലേ അമ്മ? അല്ല നിങ്ങൾക്ക് തന്നെ ഒരു കൗതുകല്ലേ പൈങ്കിളിക്ക് ജനിക്കാൻ പോകുന്ന കൊച്ചി ആങ്കൊച്ചാന്ന് പെങ്കൊച്ചാന്ന്? അയാൾ പരാതിയായിട്ട് വരുന്നത് ഞാൻ കരുതിയൊന്നുമില്ല. ഞാൻ ഒരു രസത്തിന് വേണ്ടി പറഞ്ഞാണ്. കൗതുകമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി കുഞ്ഞിന് ദോഷമാടാ ഇങ്ങനെയൊക്കെ ചെയ്താ. അത് മാത്രമല്ല അമ്മ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ പേരിൽ ഒരു സാധനങ്ങൾ വാങ്ങിച്ചു വെക്കോ എന്തെങ്കിലും ഒരുക്കി വെക്കോ ചെയ്യരുന്ന്. ആർക്കെങ്കിലും അതൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ വേണ്ടെന്നാ പറഞ്ഞതാ. എനിക്കൊരു ഉദ്ദേശം. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ഒന്നും വാങ്ങിക്കുകയും ചെയ്തില്ല, ഞാൻ ഒന്നും പറയുകയും ചെയ്തില്ല. അല്ല പറ്റി ഈ പേര് നേരത്തെ കണ്ടുവെക്കണ കുഴപ്പമുണ്ടോ? അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച പേര് സേഫായി. സേഫ് ആയിന്ന്? എന്തൊരു പേരിട്ടാ സേഫ് ആയിന്ന്? കൊച്ചിന് പേരിട്ടിരിക്കുന്ന സേഫ് ആയിന്ന്? എടാ ഗുണ്ട കണ്ണാണ് സേഫ് ആയെന്ന് പേരല്ലടാ. പേര് കണ്ടുപിടിച്ച് വെച്ചപ്പം സേഫ് ആയെന്ന്. സേഫ്. അയ്യോ ഞാൻ പറഞ്ഞൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അമ്മയെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിക്കരുത്. കണ്ടുപിടിച്ച പേരെന്താ? കണ്ടുപിടിച്ച പേരെന്താ? ഞാൻ കണ്ടുപിടിച്ച പേര് അത് ഇടുമ്പോ അറിഞ്ഞാൽ പറയണേ ഒന്ന് അറിയാനുള്ള കൗതുകം ഇല്ല.
ഇത് പറ. കിടുക്ക് പേരാണ്, ഇതുവരെ ആരും ഇട്ടിട്ടില്ല. ഞെട്ട് നീയക. അയ്യോ, ഇയാളുടെ പേരല്ല, നമ്മൾ ഞെട്ടി വിറയ്ക്കും പേര് കേട്ടിട്ട്. വരച്ചാ മതി. അയ്യോ. അതായത് പേര് നിന്റെ നമ്പർ കയ്യിൽ കേട്ടാ ഞാൻ പറയുന്നില്ല. അല്ല പറഞ്ഞിട്ട് പോ, പേരെന്താന്ന്. ഇല്ല. ഛേ, പറ. അതേ ചുമ്മാരി. ഛേ, എനിക്ക് എന്ത് ചെയ്താ പേര് ഞാൻ പറയുന്നില്ല. ചേട്ടൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ പറയട്ടോ. ശിവന്റെ ഷീയും പൈങ്കിളിയുടെ ലീയും ഷിളി. ഞാൻ എന്നാ പോയിട്ട് എത്താം. ഒന്നുകൂടെ ആലോചിച്ച് നോക്ക് എന്തേലും പേര്. ഞാൻ നോക്കാം. ആ, ശിവേട്ടാ. അതെ, കുഞ്ഞിനിടാൻ വെച്ചിരുന്ന പേരെന്തായിരുന്നു? കുഞ്ഞിനാ ആ നല്ലൊരു പേരാണ്. ആ നല്ല പേര് പറ. ഞാനാ ആ പറ ശിവേട്ടാ, പേരെന്താ? പറയട്ടെ. ഓ പറ പറ. പെങ്കൊച്ചാണെങ്കിൽ തങ്കമ്മ, ആങ്കൊച്ചാണെങ്കിൽ തങ്കപ്പൻ. എങ്ങനെ കൊള്ളാമോ? ഓ സൂപ്പർ ആയിട്ടുണ്ട്. ഉറങ്ങിയിട്ടില്ലായിരുന്നു. നിന്റെ പിണക്കൊക്കെ മാറിയാ? എനിക്കിപ്പോഴും പിണക്കം തന്നെ. ഇപ്പോഴും പിണക്കം തന്നെ. പിന്നെ സംസാരിച്ചോളാ. ഞാൻ പേര് പറഞ്ഞു. പേര് പറഞ്ഞു. പൈങ്കിളി 2. പോയ എവിടെ നിന്ന് അങ്ങോട്ട്? എന്ത്? അതല്ല, സത്യം പേര് പറ. ജൂനിയർ പൈങ്കിളി.